ഹായ് ഹലോ നമസ്കാരം നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 5 ബിസിനസ് ഐഡിയകളെ കുറിച്ചാണ്. അത് 5 ഉൽപ്പന്നങ്ങൾ പൗഡർ ഫോമിലാണ് നമുക്ക് വിൽക്കാൻ സാധിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ആദ്യത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് നല്ല അധ്വാനം വേണ്ടതാണ്, എന്നാൽ ഒരുപാട് ലാഭം നേടാവുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമായി കാണുന്ന ശംഖുപുഷ്പത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ശംഖുപുഷ്പം നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൃഷി ചെയ്യേണ്ടതായിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഈ അധ്വാനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്നാൽ ഇത് ശേഖരിച്ച് നന്നായി ഉണക്കി പൊടിച്ച് നല്ല ആകർഷകമായ പാക്കിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ ആമസോണിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ വില എന്ന് പറയുന്നത് 100 ഗ്രാമിന് 120 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ഐഡിയ ആണിത്. വളരെ നല്ല രീതിയിൽ സെയിലാവുന്ന ഒരു പ്രോഡക്റ്റുമാണ് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ചും ഇത് കോസ്മെറ്റിക്സ് ആയിട്ടും അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ ചായയൊക്കെ ഇട്ട് കുടിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പൗഡർ ഫോമിലും അല്ലാതെ നന്നായിട്ട് ഉണക്കി പാക്ക് ചെയ്ത് വിൽക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഉൽപ്പന്നമാണ് ചെമ്പരത്തി. നമ്മുടെ നാടൻ ചെമ്പരത്തിയിലെ വേലി ചെമ്പരത്തി എന്നൊക്കെ പറയുന്ന 5 ഇതളുള്ള ചെമ്പരത്തി ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. നമ്മൾ താളിയായിട്ടും അതുപോലെ ഷാമ്പു ഉണ്ടാക്കാനും ഒക്കെ ചെമ്പരത്തി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങളിൽ ഇപ്പോൾ ധാരാളമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി. ഈ ചെമ്പരത്തിയും അതിൻ്റെ ഇതളുകൾ ഉണക്കി പൊടിച്ച് നമുക്ക് വിൽക്കാൻ സാധിക്കുന്നതാണ്. നല്ല വില കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് ഇത്. മൂന്നാമത്തെ ഉൽപ്പന്നമാണ് ബീട്രൂട്ട് പൗഡർ. നമുക്ക് ഇത് കടകളിൽ നിന്ന് ബീട്രൂട്ട് വാങ്ങിക്കാം. അത് ബൾക്കായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് കൃഷി ചെയ്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്ത് ഡ്രയർ വേണം. ഇതിനൊരു അത്യാവശ്യ ഘടകമാണ് ഡ്രയർ. വെയിലത്ത് ഉണക്കാം, പക്ഷെ അതിൻ്റെ കളറ് കറക്റ്റായിട്ട് കിട്ടില്ല വെയിലത്ത് ഉണക്കിയാൽ. അപ്പം ഡ്രയറിൽ വെച്ച് ഉണക്കി പൊടിച്ച് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ബീട്രൂട്ട് പൗഡർ. നമുക്ക് ഇപ്പം കാണാൻ പറ്റും നാച്ചുറൽ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ധാരാളമായി ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് വിൽക്കാവുന്ന ബിസിനസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് ബീട്രൂട്ട് പൗഡർ. നാലാമത്തെ ഉൽപ്പന്നമാണ് ക്യാരറ്റ് പൗഡർ. ബീട്രൂട്ട് പോലെ തന്നെ നമുക്ക് ക്യാരറ്റും ഇതുപോലെ വാങ്ങി അരിഞ്ഞ് ഡ്രയറിൽ ഉണക്കി പൊടിച്ച് വിൽക്കാവുന്നതാണ്. ഇതും കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ടും സോപ്പ് ഉണ്ടാക്കാനും ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അഞ്ചാമത്തെ ബിസിനസ് ഐഡിയയാണ് ഓറഞ്ച് തൊലി പൗഡർ ആക്കുന്നത്. ഇത് നമുക്ക് അധികം ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. എല്ലാവരും ഓറഞ്ച് തൊലി പൗഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വിൽക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ജ്യൂസ് ഷോപ്പുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ പോയി എടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് ഈ ഓറഞ്ച് തൊലി തരും. അത് നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ കളക്ട് ചെയ്ത് വെക്കാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരം ഓറഞ്ച് തൊലി നന്നായിട്ട് ഡ്രയറിൽ തന്നെ ഉണക്കി പൊടിച്ച് വിൽക്കുന്നത് നല്ല വരുമാന മാർഗം നൽകുന്ന ഒരു ബിസിനസ്സാണ്. എന്തിനാണ് ഈ പൗഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഏകദേശം ഒരു ഐഡിയ ഇപ്പം നിങ്ങൾക്ക് കിട്ടിക്കാണും. കോസ്മെറ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് കൂടുതലായിട്ടും ഇത്തരം പൗഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഷാംപൂ, സോപ്പ്, അതുപോലെ ഫേസ് വാഷ്, ഫേസ് പാക്കുകൾ, ഇങ്ങനെ ഒത്തിരി കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ കമ്പനികളുമായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ രീതിയിലാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ വലിയ വലിയ കോസ്മെറ്റിക്സ് കമ്പനികളുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഡീൽ വെച്ചിട്ട് ഇത്തരം പൗഡേഴ്സ് അവിടെ തന്നെ സെയിൽ ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ കോസ്മെറ്റിക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം ആളുകൾ, ഹോം ബേസ്ഡ് ആയിട്ട് കോസ്മെറ്റിക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ ഇന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള ഡീൽ വെച്ച് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടേതായ ബ്രാൻഡിൽ നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ വഴി നല്ല രീതിയിൽ സെയിൽ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഈ 5 ഉൽപ്പന്നങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ടും ഈ ശംഖുപുഷ്പം പോലെയുള്ളവ ഉള്ളിലേക്ക് കഴിക്കാനും, അതായത് തേയില പോലെ നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടുതൽ വ്യാവസായിക പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് ഓൺലൈനിലൊക്കെ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോളൂ. നല്ല രീതിയിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ചാനലിലൂടെ ഇത്തരം വളരെ വെറൈറ്റി ആയിട്ടുള്ള ധാരാളം ബിസിനസ് ഐഡിയകളെ കുറിച്ച് നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ ബിസിനസ് ഐഡിയാസ് മുൻപോട്ട് കാണാനായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. ഇതുപോലെ വളരെ പ്രയോജനപ്രദമായ ബിസിനസ് ഐഡിയകളുമായി ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.